ഇറങ്ങി വരുന്നു. നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞങ്ങളുടെ ടീം നെട്ടേത്തറയിലാണ്. റോഡ് അപകടങ്ങൾ നിരന്തരം നിത്യസംഭവങ്ങളായി മാറുന്ന നെട്ടേത്തറയിലെ ഒരു അപകടത്തിന് കാരണമായ ഒരു കേബിൾ കുഴിയാണ് ഇപ്പോൾ കാണുന്നത്. നെട്ടേത്തറയെ സംബന്ധിച്ചിടത്തോളം ഈ 2025 ഇമ്പാക്ട് ഉണ്ടാകും. സാധാരണക്കാരുടെ നികുതി പണം ഉപയോഗിച്ച് എന്താണ് ഈ പേരുക്കുറിയെ പറയാനുണ്ടായ കാരണം? ഈ പേരുക്കുറി എടുത്തതിന് ശേഷം റോഡിന്റെ അരികിലൂടെ തന്നുകൊണ്ടിരുന്ന 2-3 ബൈക്ക് യാത്രക്കാർ ഈ വീഴുകയാണ് ഉണ്ടായത്. ചെറുപ്പക്കാരൻ അവരുടെ അവൻ വന്ന് ഈ കുഴിയിൽ വീണ് ഇപ്പോൾ ആശുപത്രിയിലാണ്. ഈ റോഡുകൾ സാജിത മോൻ്റെ വരി ബംഗാളികളോ മറ്റു രാജ്യക്കാരോ മലയാളം പറഞ്ഞ മനസ്സിലാവുന്നതാണെങ്കിൽ മനസ്സിലായിട്ട് പ്രദേശവാസികളും വ്യാപാരികളുമെല്ലാം ഒരു വാഹനങ്ങൾ ജോലിക്കാരെല്ലാം ഭീകരതയാണ്. അപകട സാധ്യത ഉണ്ടാക്കാൻ ആരാണ് അനുവാദം കൊടുക്കുന്നത്? ആ അനുവാദം കൊടുക്കുന്നവരോട് സത്യപടി പറയാം, ഇവിടെ ജീവനുകൾക്ക് വിലയുണ്ട്, വിലയില്ല എന്ന് തീരുമാനിക്കുന്നത്. ആ ജീവനുകൾ ഇവിടെ ഈ നെട്ടേത്തറയെ സംബന്ധിച്ചിടത്തോളം ഈ അധികാരികൾ അവൻ വിളിച്ചോണ്ടിരിക്കുന്ന കാര്യമാണ്. വാഹനങ്ങൾ
വീണ് അപകടം ഇതുപോലെ റോഡിന്റെ സൈഡിൽ പണികൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ശേഷം ഞങ്ങളെന്ന് അതുകൊണ്ട് നമ്മുടെ ദേശവാസികളോട് ഈ അപകടത്തെ കുറിച്ച് ഒന്ന് ചോദിക്കുക. നമസ്കാരം. ഞാൻ ഈ നെട്ടേത്തറ പൗരസമിതിയുടെ രക്ഷാധികാരിയാണ്. പൗരസമിതിയുടെ പ്രസിഡന്റുണ്ട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ 2 ആഴ്ചയായി ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് കമ്പനിയുടെ ആൾക്കാർ ആണ് ഈ റോഡ് സൈഡിൽ കുഴി ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് പരിശോധിച്ചാൽ ഏതാണ്ട് നമ്മൾ ചടയമംഗലം ഭാഗത്തോട്ടും അതുപോലെ നിലമേൽ ഭാഗത്തോട്ടും റോഡിൻ്റെ അതുകൊണ്ട് ഒരു 100 മീറ്റർ ഇടവിട്ട് ഇതുപോലുള്ള വലിയ കുഴികൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം. ഈ കുഴികൾ പകൽ സമയത്ത് ഇതുപോലെ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വാഹനങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് വരും. പക്ഷെ രാത്രി സമയത്ത് സൈഡ് വാഹനങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് ലൈറ്റ് ഒന്നുമില്ല, ഈ കുഴി അറിയത്തില്ല, ഈ മരക്കൊമ്പ് കാണത്തില്ല. രാത്രി സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ കുഴിയിൽ വാഹനങ്ങൾ വീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇല്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച പോലീസ് ജീപ്പ് ഉൾപ്പെടെ ഈ കുഴിയിൽ വീണു. അതുപോലെ ബൈക്ക് യാത്രക്കാർ വീണു, അവരെല്ലാം ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഇവിടുന്ന് ഈ കുഴി എടുത്തിരിക്കുന്ന കമ്പനിക്കാർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നെട്ടേത്തറയെ സംബന്ധിച്ച് ഒരു 2 ആഴ്ച മുന്നേ ഒരു ദിവസം 4 അപകടങ്ങൾ നടന്ന ഒരു ഏരിയയാണ്, വളരെ ആക്സിഡന്റ് പ്രോൺ ആയിട്ടുള്ള ഏരിയയാണ്. അപ്പൊ ഇതിന് ഒട്ടേറെ ഭരണ കേന്ദ്രങ്ങളുണ്ട്. ഇതിന്റെ റോഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ ഭരണ സംവിധാനങ്ങളുണ്ടെങ്കിലും ഒരു സംവിധാനവും ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഇതിന് നമ്മൾ ഇനിയും ഈ രീതിയിലാണ് അധികാരികൾ പ്രതികരിക്കുന്നതെങ്കിൽ പൗരസമിതി ശക്തമായ പ്രക്ഷോഭ പരിപാടികളായിട്ട് ഇറങ്ങും. ഇന്നലെ ചടയമംഗലം പോലീസിന് ഇത് സംബന്ധിച്ച് നിവേദനം കൊടുത്തിട്ടുണ്ട്. ബാക്കി നടപടികൾ പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹത്തിന് അവരുകളാണ് ഇപ്പോൾ ചേരുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. നമസ്കാരം. ഞാൻ ഇതിന്റെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വികസനം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. വികസനം കാലഘട്ടത്തിനനുസരിച്ചുള്ള വികസനം വേണം. പക്ഷെ ഈ രീതിയിലുള്ള വികസനം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ്. കാരണം ഇത് ഞങ്ങൾ ഈ കേബിളിന്റെ കാര്യം ഞങ്ങൾ ഇതിന്റെ സൂപ്പർവൈസറെ 3 ദിവസമായിട്ട് നിരന്തരം അതിന്റെ ആൾക്കാരെല്ലാം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരാരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ. ഇന്നലെ ഒരു ബൈക്കുകാരനൂടെ വന്ന് വീണു. ആ വിവരവും ഞങ്ങൾ പോയി പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നു അവരുടെ ജീപ്പിന്റെ ഫ്രണ്ട് ടയർ അപ്പുറത്തൊരു കുഴിയിൽ വീണു. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ടും ഇതിന്റെ കേബിൾ കാറിന്റെ ആൾക്കാർ ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവരെ കൊണ്ട് ഇത് ചെയ്യിക്കല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. നമ്മളത് കൃത്യമായിട്ട് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. കാരണം ഇവിടെ നിങ്ങൾ സാക്ഷി TV തന്നെ എത്ര പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ ഈ അപകടങ്ങൾ എത്ര നടക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ തന്നെ ആ പ്രീവിയസ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇത്രയും അപകടങ്ങൾ നടക്കുമ്പോൾ വെറും നിരുത്തരവാദപരമായിട്ടും ലാഘവത്തോടുകൂടി കാണുന്ന ഈ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. കാരണം ഈ പ്രദേശവാസികൾ അപകടങ്ങൾ എടുത്തെടുത്ത് മടുത്തതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിത് അടിയന്തരമായിട്ട് ഇതിന് വേണ്ട നടപടി ചെയ്തേ പറ്റൂ. ചെയ്യാത്ത പക്ഷം ഞങ്ങൾ അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് പോകും എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. നമുക്ക് പൊതുപ്രവർത്തകനും ആർഎസ്പി നേതാവുമായ ഇളമാട് ഗോപി ഇപ്പോ സാക്ഷി TVയിൽ തത്സമയം ചേരുകയാണ്. അദ്ദേഹത്തിന് കൂടി വിഷയമായി പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടുവരാം. ഇവിടെ നിരന്തരമായി അപകടം സംഭവിക്കുന്ന ഏരിയയാണ്. പല മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. രാത്രിയും പകലും വാഹനങ്ങൾ വന്ന് ഇടിച്ചു മറിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് ഉറങ്ങിക്കിടക്കുന്നവർ ഇറങ്ങി വന്ന് കൊണ്ടുപോകുമ്പോഴത്തേനും ജീവൻ നഷ്ടപ്പെട്ടിരിക്കും.
ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കുഴികൾ മൂടണമെന്ന് പല പ്രാവശ്യം ചെന്ന് അവരോട് പറയുകയും ഇവരൊരു വരാമെന്ന് പറയുന്നല്ലാതെ വരത്തില്ല. അധികാരികൾ ഇത് കണ്ണു തുറന്നത് കണ്ടില്ല എങ്കിൽ അപകടങ്ങൾ ഇനിയും വർദ്ധിക്കും. ഇനിയും ഒരു ജീവനെ കൊടുക്കുവാൻ ഞങ്ങൾക്ക് തയ്യാറല്ല, ഞങ്ങൾ അതിന് തയ്യാറാകത്തില്ല. ഇനി ഈ അധികാരികൾ ഇത് കണ്ട് ഇത് മനസ്സിലാക്കി ഇതിന് തടയങ്ങൾ ഉണ്ടായില്ലെങ്കിൽ, ഈ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ റോഡ് ഉപരോധവും പോലീസ് സ്റ്റേഷൻ മാർച്ചും ഉൾപ്പെടെ എല്ലാ നടപടികളും പൗരസമുദായ നേതൃത്വത്തിൽ നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. ഈ കുഴി ഇങ്ങനെ കിടന്നപ്പോൾ ഞങ്ങൾ മെനങ്ങാന്ന് ഇവിടെ സൂചിപ്പിച്ച പോലെ സൂപ്പർവൈസറെ കണ്ട് സംസാരിച്ചപ്പോൾ ഇതാ ഇപ്പൊ ആളിന് വിടാം, ഇപ്പൊ മണ്ണ് കൊണ്ടിടാം, മൂടാം എന്ന് പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു നോക്കിയില്ല. ഇന്നലെ ഞങ്ങൾ വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നെട്ടറിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു ബൈക്ക് വന്ന് ഈ കുഴിയിൽ വീഴുന്നത്. ഭാഗ്യത്തിന് എതിരെ വന്ന 2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പോൾ ഇടമില്ലാതെ വന്ന് പുള്ളി സ്പീഡ് കുറവായതുകൊണ്ട് അപകടം ഒഴിവായി. എങ്കിലും അദ്ദേഹത്തിന്റെ കാലിന്റെ മുട്ടൊക്കെ ഉറിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓടി വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വിട്ട് ഭാഗ്യത്തിന് മറ്റ് ജീവഹാനിയോ കൂടുതൽ അപകടങ്ങളോ ഉണ്ടായില്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ഇളകുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇന്നലെ ചെന്ന് വീണ്ടും വിവരം പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോടൊപ്പം കയറുകയാണ് ചെയ്യുന്നത്. അവർ ഞങ്ങളെ ആക്രമിക്കാൻ നിൽക്കുകയാണ്. അത് നമുക്കത് നേരിടേണ്ടി വന്നു, ഇനി നേരിടും. ഇന്നലെ ഞങ്ങൾ സംസാരിച്ച് നിൽക്കുമ്പോൾ പോലീസ് വന്ന് പോലീസുമായി ബന്ധപ്പെട്ട് അപ്പോഴാണ് അവർ പറയുന്നത് അവരുടെ വണ്ടിയും കുഴിയിൽ വീണു. എന്നിട്ടും പോലീസ് അധികാരികൾക്ക് അത് ഉത്തരവാദിത്തമോ ഇത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരെ കാണണമെന്നോ ഒരു താല്പര്യം അവർക്ക് ഉണ്ടായിട്ടില്ല. ഇത് ഇനി ഉണ്ടായില്ലെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ റോഡ് ഉപരോധം മുതൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് വരെ ഞങ്ങൾ സംഘടിപ്പിക്കും. എത്ര പൗരസമുദായം സംഘടിപ്പിക്കുമെന്ന് ഈ അവസരം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ വിഷയങ്ങൾ. ഇവിടെ നിരന്തരം 1-2 പേരെയും കൂടി എടുക്കണേ. ഈ പ്രദേശത്ത് ഇത്തരം വിഷയങ്ങൾ ചർച്ചയിൽപ്പെടുത്തുന്ന അടിയന്തരമായി വ്യക്തമായ ഒരു സുധാരമാർഗത്തിന് വേണ്ടി അവിടെ നിൽക്കും. അതവിടെ എപ്പോഴും നമ്മൾ 2 വെള്ളവും വഴിയും വെളിച്ചവും ജനജീവിതത്തിന് ആവശ്യമാണ്. അത് അവരുടെ ജീവൻ രക്ഷകരാകരുത്. അവരുടെ സുരക്ഷിതരായി അവരുടെ ജീവനം സംരക്ഷിക്കാനുള്ളതാണ്. നന്ദി, നമസ്കാരം. ഈ സൈറ്റിൽ